എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വിലയേറിയതായ സമയത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്ത് കടന്നു വരുന്നു. നമ്മുടെ രാജ്യം ഇന്ന് വലിയ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണപ്പെട്ടവനും പാവപ്പെട്ടവനും ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വിശേഷം. പണമുള്ളവർക്ക് പണം കുമിഞ്ഞു കൂടിക്കൊണ്ടേയിരിക്കുന്നു. പാവങ്ങൾക്കൊരു നേരത്തെ അത്താഴത്തിന് അല്ലെങ്കിൽ അഷ്ടവൃത്തിക്ക് കഷ്ടപ്പെടുമ്പോൾ പെൻഷൻ പോലും ലഭിക്കാത്ത, സാമൂഹിക സുരക്ഷാ പെൻഷൻ പോലും ലഭിക്കാത്ത അവസ്ഥ വിശേഷം. എവിടെയും അരാജകത്വം. ഒരു ഭാഗത്ത് രാജ്യത്ത് സമ്പൽ സമൃദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പേര് പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ സന്തോഷിക്കുമ്പോൾ, മറുഭാഗത്ത് അതേ രാജ്യത്ത് തന്നെ കഷ്ടതയിൽ, ദുഃഖത്തിൽ, പ്രയാസത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരു വലിയ വിഭാഗമുണ്ട് എന്നുള്ളത് നമ്മുടെ ഭരണകർത്താക്കളും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും സമൂഹ മാധ്യമങ്ങളും സാംസ്കാരിക നായകന്മാരും മത പണ്ഡിതന്മാരും മത നേതാക്കന്മാരും മത ആചാര്യന്മാരും മറന്നു പോകുന്നത് തെറ്റായ ഒരു കാര്യമാണ്. പലപ്പോഴും മതത്തിൽപ്പെടുന്ന ഏത് മതമായിക്കോട്ടെ, ഞാൻ മതത്തെ കുറ്റം പറയുകയല്ല, മതത്തിൽപ്പെടുന്നവർക്ക് അവരുടെ ജീവിത സന്ധാരണത്തിന് വേണ്ടി അവർ പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നുണ്ട്. പക്ഷേ പാവപ്പെട്ടവന് അഷ്ടിക്ക് വകയില്ലാതെ കഷ്ടപ്പെടുമ്പോൾ അവനെ സഹായിക്കാൻ ഇവർ തയ്യാറാകണം എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. ഏത് മതമായിക്കോട്ടെ, ഏത് രാഷ്ട്രീയമായിക്കോട്ടെ, പാവപ്പെട്ടവൻ വോട്ട് വാങ്ങിച്ച് അവൻ്റെ കളിയും ചിരിയും കണ്ട് അവനോട് അടുത്ത് നിന്ന് വോട്ട് വാങ്ങിച്ചു കഴിയുമ്പോൾ, ചിരിച്ചുകൊണ്ട് വോട്ട് വാങ്ങിച്ചു കഴിയുമ്പോൾ, അവൻ അധികാരസ്ഥാനത്തെത്തി കഴിയുമ്പോൾ ഇവനെ മറക്കുന്നു പോകുന്നതായ ഒരവസ്ഥ വിശേഷം. ഇതൊരിക്കലും പാടില്ലാത്ത കാര്യമാണ്. മനുഷ്യൻ സഹിക്കത്തില്ല, സമൂഹം സഹിക്കത്തില്ല, ദൈവം സഹിക്കത്തില്ല, ആരും തന്നെ സഹിക്കുന്ന ഒരു കാര്യമല്ല. കാരണം ഇവൻ്റെ വോട്ട് കൊണ്ടാണ് ഇവൻ ജയിച്ച് ഈ നിലയിൽ എത്തിയത് എന്നുള്ളത് ഇവൻ മറന്നുപോകരുത്. മറന്നുപോയാൽ തെറ്റാണ്. കാലം അവന് നല്ല ശിക്ഷേനെ കൊടുക്കും എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതാണ് നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മളെ കഴിയുന്ന സഹായങ്ങൾ, 1000 രൂപ കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ 1 രൂപയെങ്കിലും കൊടുത്താൽ സഹായിക്കുക. ഒരുത്തനൊരു ചായ കുടിക്കാൻ നമ്മളോട് പൈസ ചോദിച്ചാൽ അവന് 10 രൂപ കൊടുത്താൽ അവൻ്റെ ചായ കുടിക്കുള്ള പൈസ കൊടുക്കുക. നാം പലപ്പോഴും നമ്മൾ എത്രയോ പൈസ വെറുതെ കളയുന്നുണ്ട്. ഒരാൾ ഒരു ചായ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കൈ നീട്ടിയാൽ അയാൾക്കൊരു 10 രൂപ ഒരു ചായക്കുള്ള പൈസ അവന് കൊടുത്തവന് സഹായിക്കുക. അല്ല 1 രൂപയല്ല 50 പൈസയല്ല കൊടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുകയാണ്. കൊടുക്കുന്നവർക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ, അവരെയും ദൈവത്തിൻ്റെ കൃപ ഉണ്ടാകട്ടെ എന്ന് ഞാൻ സമാധാനിക്കുന്നു. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊടുക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കട്ടെ, അല്ലാത്തവരെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കഷ്ടതയും പ്രയാസവും ദുഃഖമൊക്കെ ഉണ്ട്, സന്തോഷം സമൃദ്ധിയുമുണ്ട്. ഒരു ഭാഗത്ത് ആനന്ദ സമൃദ്ധിയിൽ ജനം ജീവിക്കുമ്പോൾ മറുഭാഗത്ത് കഷ്ടതയിൽ ദുഃഖത്തിൽ കഴിഞ്ഞു അവരെയും നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാം, അവരെ ആനന്ദത്തിലാക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. ഈശ്വരൻ നമ്മളെ കടാക്ഷിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. എൻ്റെ പേര് ബേബി മല്ലശ്ശേരി. താങ്ക് യു വെരി മച്ച്.